ഹലോ, നമസ്കാരം. ഞാനൊരു സെയിൽസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിൽസ് ഫീൽഡിലും മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാലോ, പണ്ടൊക്കെ ഓൾ കേരള പ്രൊഫൈലുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാ കമ്പനികളിലും എല്ലാ ഡിവിഷനുകളിലും ഒരു ഓൾ കേരള പ്രൊഫൈൽ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ എല്ലാ കമ്പനികളും അതിന്റെ എല്ലാ ഡിവിഷനുകളും ഈ ഓൾ കേരള പ്രൊഫൈലൊക്കെ മാറ്റിയിട്ട് അവർ പതുക്കെ പതുക്കെ ഓരോ സോണുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പണ്ട് ഒരാൾ ഓൾ കേരള ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് മൂന്നായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് സൗത്ത് സോൺ, സെൻട്രൽ സോൺ അല്ലെങ്കിൽ നോർത്ത് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിംഗിലും സെയിൽസിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം നമ്മുടെ രാഷ്ട്രീയത്തിലും എത്രയും വേഗം കൊണ്ടുവന്നാൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെ ഒരു സംഭവ വികാസങ്ങളാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വോട്ടിട്ടിട്ട് 1.5 മാസമായി. അതിന്റെ ഫലം വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച 2 ആഴ്ച പിന്നിടുന്നു ഇപ്പോൾ. പക്ഷെ വലിയ പ്രതിസന്ധിയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കീറാമുട്ടിയാണ് അവിടെ. കാര്യം ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഒരു കക്ഷിക്കും കിട്ടിയിട്ടില്ല. മൃഗീയമായ ഭൂരിപക്ഷം വിജയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഭരണത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നമ്പറിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ പ്രതിസന്ധി. പക്ഷെ കേരളത്തിൽ എന്താണ് പ്രതിസന്ധി? കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയെ തെരഞ്ഞെടുക്കാൻ എന്താണ് ഇത്ര പ്രതിസന്ധി? നമ്മളിവിടെ നമ്മുടെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മൃഗീയമായ ഭൂരിപക്ഷമാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. പിന്നെയും നമുക്ക് എന്താണ് കൺഫ്യൂഷൻ അല്ലേ? അപ്പൊ ഇവിടുത്തെ കൺഫ്യൂഷൻ ഒന്നേ ഉള്ളൂ, ആര് മുഖ്യമന്ത്രിയാകണം? മുഖ്യമന്ത്രി കസേരയ്ക്ക് നേരത്തെ ഒരു ഡസൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതെല്ലാം ചുരുങ്ങി 3 പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. KC വേണുഗോപാൽ, RC, രമേശ് ചെന്നിത്തല, VD സതീശൻ അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞ ഈ സെയിൽസ് ഫീൽഡിലെയും മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ആ പുത്തൻ മാറ്റം ഉണ്ടല്ലോ, ഈ 3 സോണൊക്കെ ആയിട്ട് തിരിച്ചിട്ടുള്ള ആ പരിപാടി എനിക്ക് തോന്നുന്നത് കേരള പൊളിറ്റിക്സിലേക്കും കൊണ്ടുവരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ KC വേണുഗോപാൽ അത്യാവശ്യം നോർത്തിൽ സ്ട്രോങ് ആണ്. അപ്പൊ നമുക്ക് നോർത്ത് കേരളയുടെ മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാലിനെ കൊണ്ടുവരാം. രമേശ് ചെന്നിത്തല ആലപ്പുഴക്കാരാണ്. നമുക്ക് ആലപ്പുഴ തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സൗത്ത് സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് സൗത്ത് സോണിന്റെ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരാം. നമ്മുടെ VD സതീശൻ എറണാകുളംകാരാണ്, പറവൂർകാരനാണ്. അപ്പോൾ നമുക്ക് എറണാകുളം ഉൾപ്പെടെ എറണാകുളം, കോട്ടയം, ഇടുക്കി എല്ലാം കൂടി കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു സെൻട്രൽ സോൺ തൃശ്ശൂരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ സോൺ ആവും. സെൻട്രൽ സോണിന്റെ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് VD സതീശനെ തീരുമാനിക്കാം അല്ലെ? അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. വേറെയും കുറെ ഓപ്ഷൻസും കുറെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ അതിലോട്ട് എത്തുന്നില്ല. പക്ഷെ എങ്കിലും നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടതാണ് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്നൊക്കെ ചോദിച്ചാൽ ആരും വന്നാലും ഞാനും ഈ നാട്ടിലെ ഒരു പൗരനാണല്ലോ. അപ്പോ എന്തായാലും നമുക്കൊരു മുഖ്യമന്ത്രി ഇവിടെ വേണം, നമുക്കൊരു ഗവൺമെന്റ് ഇവിടെ വേണം. അപ്പൊ ഇന്നലെയൊക്കെ നമ്മൾ പൂപ്പാറയിലൊക്കെ കണ്ടാണ് കുറെ പാവങ്ങൾ കരഞ്ഞു പിഴിഞ്ഞ് നിൽക്കുന്നത്. അവരുടെ വീടുകളിലൊക്കെ ബുൾഡോസർ വന്ന് പൊളിച്ചുകൊണ്ട് പോകുന്നു. അതിന്റെയൊക്കെ നിയമവശങ്ങളോ കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ചെല്ലുന്നില്ല. എങ്കിലും ആ വീഡിയോ കാണുമ്പോൾ അവിടെ നമ്മുടെ ഒരു നിയമം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവ് നമ്മൾ ഇന്നലെ അവിടെയൊക്കെ കണ്ടതാണ്. അതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും ഇതിലൊരു തീരുമാനമാകുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഫേസ് ചെയ്യേണ്ടി വരും. കാര്യം ഒരു ഗവൺമെന്റ് ഇവിടെ അത്യാവശ്യമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളൊരു തീരുമാനമെടുത്ത് എത്രയും വേഗം ദയവായിട്ട് ഈ കേരളത്തിനെ അനാഥമാക്കാതെ പെട്ടെന്ന് തന്നെ ആ ഒരു തീരുമാനത്തിലോട്ട് എത്ത്. ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 3 സോണാക്കി തിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് കയറി വാ. ഓക്കെ, എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഈ മുന്നോട്ട് വെച്ച ആശയത്തോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊരു കമന്റ് ആക്കിയിട്ടാൽ കൊള്ളാം.